എൻ്റെ പേര് ലിംന. ഞാൻ കാഞ്ഞൂരിൽ നിന്ന് വരുന്നു. ഈശോയും മാതാവും തന്ന വലിയൊരു ദൈവാനുഗ്രഹം വെളിപ്പെടുത്താനാണ് ഞാൻ ഈ അൾത്താരയിൽ വന്ന് നിൽക്കണേ. മാർച്ച് 23 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് മാർച്ച് 5 ഞാൻ OET എക്സാം എഴുതിയായിരുന്നു. മാർച്ച് 25 എൻ്റെ റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റിയില്ല. അതെൻ്റെ 4th അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, എന്തായാലും നിനക്ക് നീ OET എക്സാം പാസ്സാവും. അതിനു മുമ്പ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഉടമ്പടി എടുക്കാനൊന്നും എനിക്ക് അങ്ങനെ ഒരു പ്രചോദനം കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു മാതാവ് എന്നെ കൈവിടില്ല, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ഞാൻ ജയിക്കുമെന്ന്. അങ്ങനെ ഞാൻ മെയ് 7 എൻ്റെ സിസ്റ്റർ തന്നെ പറഞ്ഞാണ്, മാതാവിൻ്റെ മാസമാണത്. ആ മാസത്തിൽ തന്നെ മെയ് 7 ഞാൻ ഡേറ്റ് എടുത്തു. ഏപ്രിൽ 30 ഞാൻ ഇവിടെ വന്നു എൻ്റെ ഹോൾ ടിക്കറ്റ് ബ്ലസ് ചെയ്യാൻ. അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് ബ്ലസ് ചെയ്യാൻ അച്ഛൻ്റെ അടുത്ത് അൾത്താരയിൽ വന്ന് നിന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, ലിംന ഇത് എത്രാമത്തെ അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് എൻ്റെ 5th അറ്റംപ്റ്റ് ആണ്. അപ്പോൾ നിനക്ക് എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ആണ് ബുദ്ധിമുട്ട്, റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഞാൻ ഓക്കെയാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് അൾത്താരയിൽ നിന്ന് എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ OET എക്സാം പാസ്സായി. പിന്നെ OET എക്സാമിന് പോയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം അതിൻ്റെ മാലയിലാണ് ഞാൻ ഇട്ടിരുന്നത്. എനിക്ക് എക്സാം ബുദ്ധിമുട്ടായിരുന്നു, റീഡിങ് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ഏപ്പാട്ട് ഞാൻ എൻ്റെ 3 എക്സാം മൊഡ്യൂൾ കഴിഞ്ഞപ്പോഴും എൻ്റെ ഉടമ്പടി കാശുരൂപം എടുത്ത് എൻ്റെ എക്സാം പേപ്പറിൽ മുട്ടിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മ തന്നെ ഈ പേപ്പർ വാല്യുവേറ്റ് ചെയ്യണം. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. കഴിഞ്ഞ എക്സാമിന് എനിക്ക് എല്ലാ വിഷയവും എളുപ്പമായിരുന്നു. ഞാൻ 100% റിസൾട്ട് പ്രതീക്ഷിച്ചൊരു എക്സാം ആയിരുന്നു. പക്ഷേ ആ എക്സാം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ എക്സാം ഡിഫിക്കൽട്ടായിട്ട് കൂടിയും അമ്മ എന്നെ വിജയിപ്പിച്ചു. എനിക്ക് ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് അയർലൻഡ് സ്കോർ നൽകി അമ്മ എന്നെ വിജയിപ്പിച്ചു. അച്ഛനിവിടെ പറയാറുള്ളത് പോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനങ്ങളും ഇവിടുത്തെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി നല്ല രീതിയിൽ തന്നെ ഞാൻ മുൻപോട്ട് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്നത് ഉറച്ചു വിശ്വസിച്ച് ഉടമ്പടി എടുത്തവർക്ക് മാതാവിൻ്റെ സംരക്ഷണം എന്തായാലും ലഭിക്കുമെന്ന് ഉറച്ചു തന്നെ വിശ്വസിച്ചു. ധൈര്യം ചോർന്നു പോണ സമയത്തൊക്കെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി. മാതാവ് എനിക്ക് എന്തായാലും എന്നെ ജയിപ്പിക്കും, എനിക്ക് നല്ലൊരു സ്കോർ തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട് മാതാവാണ് എന്നെ വിജയിപ്പിച്ചത്. എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി.